നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. CJP സമരത്തിൽ അമേരിക്കക്കാരായ യുവാക്കളുടെ സാന്നിധ്യം. ഇന്ത്യയിൽ പഠിക്കുന്നവരാണെന്ന ഭാവേനയാണ് ഇവരും സമരത്തിനുള്ളിൽ ഇടം പിടിച്ചത്. ഇത് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിട്ടത് ഭാരത് രാഷ്ട്രസേന എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ്. പക്ഷേ ഈ വീഡിയോ യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചതായി പ്രമുഖ മാധ്യമ വിദഗ്ധനായ എസ് ഗുരുമൂർത്തി പിന്നീട് അറിയിച്ചു. ഒരു ഭാഗത്ത് സമരം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന അമേരിക്കക്കാരനായ ചെറുപ്പക്കാരനെയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നേപ്പാളിലെ ജൻസി കലാപത്തിൽ അമേരിക്കയിൽ നിന്നും CIA എത്തിയിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇവർ സ്നൈപ്പർമാരായി ഒളിഞ്ഞിരുന്ന് വെടിവെക്കുന്നവരാണ് സ്നൈപ്പർമാർ. നേപ്പാളിലെ ജൻസി കലാപകാരികൾക്ക് നേരെ നിറയൊഴിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. നേപ്പാളിൽ ജൻസി കലാപകാരികൾക്ക് നേരെ തോക്കുപയോഗിക്കുന്നതിൽ നിന്നും പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലി പട്ടാളക്കാരെ വിലക്കിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ വെടിയേറ്റ് മരിച്ചതെന്ന വലിയ ചോദ്യമായി അവശേഷിക്കുന്നുമുണ്ട്. ഇത് അമേരിക്കയിൽ നിന്നുള്ള CIA ചാരന്മാരാണ് ചെയ്തതെന്നായിരുന്നു വിലയിരുത്തൽ. ഈയിടെ ഇന്ത്യ ഒരു CIA ചാരനെ ഉത്തർപ്രദേശ് അതിർത്തിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ പക്ഷേ നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് പിടിയിലായത്. ഇയാളും CIA പ്രവർത്തിച്ചിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിന് പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങളുണ്ടെന്ന ആരോപണം ശക്തമാണ്. ഇന്ത്യയിലെ US എംബസിയും ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ജൂലൈ 17 നൽകിയ മുന്നറിയിപ്പിൽ ജൂലൈ 20 ജൂലൈ 21 ഡൽഹി നഗരത്തിൽ വലിയ സമരമുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ജൂലൈ 17 തന്നെ അമേരിക്കൻ എംബസി ജൂലൈ 20 21 യഥാക്രമം CJPയും കോൺഗ്രസും നടത്തിയ സമരത്തെക്കുറിച്ച് അറിഞ്ഞത്? ഫോർഡ് ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്നിവരിൽ നിന്ന് പണം പറ്റുന്ന ആളാണ് സോനം വാങ്ചുക്. ഫോർഡ്, റോക്ക്ഫെല്ലർ എന്നീ സമ്പന്ന കുടുംബങ്ങൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. രാഹുൽ ഗാന്ധിയായിട്ട് ജോർജ് സൊറോസസ് എന്ന മറ്റൊരു അമേരിക്കൻ ശതകോടീശ്വരനുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന ആളുമാണ്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിരവധി NGO സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളാണ് ജോർജ് സൊറോസസ്. ജോർജ് സൊറോസസിന്റെ ഒരു പ്രധാന NGO ആയ ഓപ്പൺ സൊസൈറ്റി ഫോറമാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത്. 2024 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത് എന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു. അതിനിടെ കേന്ദ്രമന്ത്രി JP നദ്ദയുടെ വീട്ടിൽ പാറ്റ പാർട്ടി നേതാക്കളായ സൗരഭ് ദാസിനെയും അശുതോഷ് ശങ്കയെയും തടങ്കലിലാക്കിയെന്ന അഭിജിത് ദീപ്കയുടെ നുണപ്രചാരണം പൊളിഞ്ഞു. ഇരുവരുടെയും ഫോണുകൾ അവർ എടുത്തുകൊണ്ടുപോയി എന്നും 3 മണിക്കൂറോളം ഞങ്ങൾക്ക് അശുതോഷ് ശങ്കയെയും സൗരഭ് ദാസിനെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു ദീപ്കയുടെ ആരോപണം. എന്നാൽ ചർച്ചയുടെ ദൃശ്യങ്ങളിൽ ഇരുവരും മൊബൈൽ ഫോണുകളുമായി നദ്ദയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് വ്യക്തമായി കാണാം. മാത്രമല്ല JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയവർ അശുതോഷ് ഇത്തരം വാദങ്ങളൊന്നും ഉയർത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടികൾ നടത്തുന്ന നുണപ്രചാരണമാണെന്ന് വ്യക്തമാണ്. കൂടാതെ CJPയുമായും സോനം വാങ്ചുകുമായും ചർച്ചയ്ക്കും സമവായത്തിനും കേന്ദ്രം തയ്യാറെടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നീറ്റ് വിവാദത്തിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമത്തെ കർശനമായി ചെറുത്ത് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളം മമത ഭരിച്ചിരുന്ന കാലത്തെ ബംഗാൾ, കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കൂടി ഭരിക്കുന്ന ജമ്മു കാശ്മീർ, തമിഴ്നാട്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരുപിടി പരീക്ഷാ ക്രമക്കേടുകളാണ് JP നദ്ദ എണ്ണി പറഞ്ഞത്. ഈ സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കാൻ താല്പര്യം കാണിക്കാത്ത രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ മാത്രം തിരിയുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഉത്തരവുമില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാർച്ചിനിടെ പ്രതിഷേധക്കാർ 2 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് RAF ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായി കാണിക്കുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവര റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്തതായി പോലീസ് ബുധനാഴ്ച പറഞ്ഞു. മാത്രമല്ല ജൂലൈ 22 വൈകുന്നേരം കൊണാട്ട് പ്ലേസിലെ ടോൾസ്റ്റോയ് മാർഗിന് സമീപം ആക്രമികൾ പോലീസിനെ കല്ലുകളും കുപ്പികളും ഉപയോഗിച്ച് ആക്രമിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ACPക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏകദേശം രാത്രി 8:30യോടെയാണ് സംഭവം നടന്നത്. കൊണാട്ട് പ്ലേസ് ACP വിവേക് ഭഗത്തിനാണ് പരിക്കേറ്റത്. അതിനിടെ പ്രതിഷേധത്തിന് പിന്നിലുള്ള രാജ്യവിരുദ്ധ അജണ്ടകൾ മറനീക്കി പുറത്തു വരുന്നുമുണ്ട്. നിരോധിത ഖാലിസ്ഥാനി ഭീകര സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് സമരക്കാർക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സംഘടനാ നേതാവ് ഗുർപ്രത് സിംഗ് പന്നുവാണ് സോഷ്യൽ മീഡിയയിലൂടെ $10 ലക്ഷം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാരുമായി യാതൊരു ചർച്ചയും നടത്തരുതെന്നാണ് സമരക്കാരോട് ഭീകര നേതാവിന്റെ ആഹ്വാനം. പ്രതിഷേധം ഓഗസ്റ്റ് 15 വരെ തുടരണമെന്നും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ഇയാൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ വിദേശത്ത് നിന്ന് വൻതോതിൽ പണമൊഴുക്കുന്നു എന്നതിന്റെ പ്രഥമ സൂചനയാണിത്. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ പങ്കാളിത്തവും സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ ജമാഅത്തെ ഇസ്ലാമി CJPക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഡൽഹി സമരത്തിന് മതമേലാളന്മാരുടെ പിന്തുണയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്.
അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയവും ഇതോടെ കൂടുതൽ ശക്തമാവുകയാണ്. CBCI അടക്കമുള്ള ക്രിസ്തീയ സഭകളുടെ ഇടപെടലുകളും നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. സോനം വാങ്ചുക്കിനെയും കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭങ്ങളെയും മുൻനിർത്തി മതപരമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ഏജൻസികൾ സംശയിക്കുന്നു. വിഷയത്തിൽ ദേശീയ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകളും അന്വേഷിക്കും. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.